ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കൊങ്കുനാട് സ്റ്റൈൽ മഷ്റൂം ബിരിയാണിയാണ്. ഈ ബിരിയാണിക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ. ഇതിന് നമ്മൾ അധികം സ്പൈസസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല, പക്ഷേ ഭയങ്കര ഫ്ലേവർഫുള്ളായിട്ടുള്ള ഒരു ബിരിയാണിയാണ്. അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും ഒരേപോലെ കഴിക്കാൻ പറ്റുന്നൊരു ഡിഷാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസിലോട്ട് പോയാലോ. നമുക്ക് ആദ്യം ഉണ്ടാക്കേണ്ടത് ബിരിയാണി മസാല പേസ്റ്റാണ്. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളി വാഷ് ചെയ്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ബിരിയാണി ഹോൾ സ്പൈസസ് ആണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ പെരിഞ്ജീരകം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പട്ട, ഗ്രാമ്പ്, ഏലക്ക. ഞാനിവിടെ ഒരു ഏലക്ക മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ, കാരണം ഏലക്ക കൂടുന്തോറും നമ്മളുടെ ബിരിയാണിയുടെ ഫ്ലേവർ നഷ്ടപ്പെടും. സോ നിങ്ങൾ എത്ര ക്വാണ്ടിറ്റി ഉണ്ടാക്കുകയാണെങ്കിലും ഏലക്ക ഒരെണ്ണം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ പച്ചമുളക് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം, അത് നിങ്ങളുടെ സ്പൈസ് ലെവൽ അനുസരിച്ചിട്ട് കേട്ടോ. പിന്നെ പാൻ ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ ഞാൻ ഇവിടെ കുറച്ചധികം ആഡ് ചെയ്തിട്ടുണ്ട്, കാരണം ഞാൻ ഇനി എവിടെയും ഓയിൽ ആഡ് ചെയ്യുന്നില്ല. സോ നിങ്ങൾക്ക് ഈ സ്റ്റേജിൽ ഗീയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഹോൾ സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ ചോപ്പ് ചെയ്തിട്ടുള്ള ഓണിയൻസ് ആഡ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ പെട്ടെന്നൊന്ന് വഴഞ്ഞിട്ട് കിട്ടും. അതൊന്ന് ട്രാൻസ്പെറൻ്റായി വരുമ്പോൾ നമ്മൾ പേസ്റ്റ് ചെയ്തിട്ടുള്ള ബിരിയാണി മസാല നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഒന്ന് വഴറ്റി കൊടുക്കാനായിട്ട്. ഞാൻ പച്ചമണം മാറി ഓയിലൊന്ന് ഊസ് ഔട്ട് ചെയ്ത് വന്ന് ഒരു ബ്രൗണിഷ് നിറം ആകുമ്പോഴാണ് നമ്മൾ ടൊമാറ്റോസ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ നമ്മൾ അധികം ടൊമാറ്റോസ് ആഡ് ചെയ്യേണ്ട കാര്യമില്ല. അധികം ടൊമാറ്റോസ് ആഡ് ചെയ്താൽ ഒരു പുളിപ്പുണ്ടാവും കേട്ടോ, നമ്മളിതിൽ തൈര് ആഡ് ചെയ്യുന്ന കാരണം കൊണ്ട്. സോ ആവശ്യത്തിന് ടൊമാറ്റോസ് ആഡ് ചെയ്തിട്ട് നമ്മൾ ഹാൻഡ് ഫുൾ ഓഫ് മിൻറ്റ് ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ മിൻറ്റ് ലീവ്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കൊറിയാൻഡർ ലീവ്സും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് ഒരു കപ്പ് കേട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കേടിൽ നമുക്ക് അധികം പുളി പാടില്ല, കുറച്ചൊരു സവർ ടേസ്റ്റ് മാത്രമേ പാടുള്ളൂ. അത് ഇനി നന്നായിട്ട് അതിൻ്റെ എണ്ണ തെളിഞ്ഞ് വരുന്ന വരെ ഒരു 2 മിനിറ്റ്സ് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് മഷ്റൂംസ് ആഡ് ചെയ്യാം. മഷ്റൂം നിങ്ങൾക്ക് എത്ര അധികം ആഡ് ചെയ്യുന്നു അത്രയും ബിരിയാണിക്ക് ഫ്ലേവർ ഉണ്ടാവും. ഞാനിവിടെ ഒരു ബോക്സ് ഫുൾ ഓഫ് മഷ്റൂംസ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. മഷ്റൂംസ് ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമ്മൾ 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് ജീര റൈസിന് 2 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ഉപ്പിൻ്റെ ലെവലിനെക്കാട്ടിലും കുറച്ച് ഉപ്പ് കൂടി നിൽക്കണം കേട്ടോ. ഉപ്പിട്ടതിന് ശേഷം വെള്ളം തിളച്ചതിന് മാത്രമാണ് നമ്മൾ അരി ഇട്ട് കൊടുക്കേണ്ടത്. വെള്ളം തിളയ്ക്കുന്നതിന് മുന്നേ അരി ഒരിക്കലും ഇട്ട് കൊടുക്കരുത് കേട്ടോ. ഇനി ഞാനിവിടെ ആഡ് ചെയ്യുന്നത് 2 പച്ചമുളകാണ്. അത് ഓപ്ഷണലാണ്. എനിക്ക് കുറച്ച് സ്പൈസി ആയിരിക്കണം, അതുകൊണ്ട് ഞാൻ 2 പച്ചമുളക് ലാസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് ബിരിയാണി ഒന്ന് അടച്ചു കൊടുക്കാം. ഇനി നമ്മൾ വിസിൽ കറക്റ്റ് ആക്കണം. ഞാനിവിടെ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ 5 to 10 മിനിറ്റ്സും വെച്ചതിന് ശേഷം ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യും. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ്സ് നമ്മൾ അടച്ചു വയ്ക്കുക. തുറന്ന് നോക്കുമ്പോൾ നമ്മളുടെ അടിപൊളി കൊങ്കനാട് സ്റ്റൈൽ മഷ്റൂം ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. ഈ ഡിഷ് നിങ്ങൾക്ക് ഏതർ സാലഡിൻ്റെ കൂടെ അല്ലെങ്കിൽ ചില്ലി 65ൻ്റെ കൂടെ നിങ്ങൾക്ക് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് മെയിൻ കോഴ്സായിട്ട് തന്നെ ഈ ഡിഷ് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റും. എന്തായാലും ഈ ഒരു റെസിപ്പി മസ്റ്റ് ട്രൈ ആണ്. എൻ്റെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ളൊരു ഡിഷും കൂടിയാണ് കേട്ടോ. എന്തായാലും ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും എനിക്ക് അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.